145/2025 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? ആൻസർ ഓപ്ഷൻ സി എ ജയ തിലക്. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ആൻസർ ഓപ്ഷൻ ബി വി നാരായണൻ. ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നതെന്ന്? ആൻസർ ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? ആൻസർ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. കഥകളി. ആൻസർ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1D, 2A, 3B, 4C. അതായത് കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ സി സജി ചെറിയാൻ. ഇന്ത്യയുടെ അഗ്നിപുത്രി എന്ന് അറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? ആൻസർ ഓപ്ഷൻ ബി മോഹൻലാൽ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. ഇന്ത്യയുമായി കരാറുതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി എ തജിക്കിസ്ഥാനാണ്. ഉൾപ്പെടുന്നതാണ് മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? ആൻസർ ഓപ്ഷൻ ബി ഷിപ്കില ചുരം. കാരക്കോണം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കാരക്കോണം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിനാണ്. അത് തെറ്റാണ്. കാരക്കോണം പർവ്വതനിരയുടെ തുടർച്ചയായാണ് ടിബറ്റൻ കൈലാസ പർവ്വതനിരകൾ. അത് ശരിയാണ്. അങ്ങനെ ഓപ്ഷൻ സി 1, 3 ശരിയാണ്. താഴെ തന്നിരിക്കുന്നു ഉപദ്വീപീയ നദികളിൽ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1, 3 ശരി. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ്. അത് ശരിയാണ്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ശബരി, ഇന്ദ്രാവതി. അത് തെറ്റാണ്. ഉപദ്വീപീയ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി 1, 3 ശരി. 2 തെറ്റാണ്. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഇരുമ്പയിര് ഖനന മേഖലയാണ്. ആൻസർ ഓപ്ഷൻ എ സുന്ദർഗഡ്. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി കേരളമാണ്. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത്പട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി രാജസ്ഥാനാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേസ് പിന്നിടുന്ന നദികളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ എ 146. ബംഗാളിലെ ആദ്യ വർത്തമാന പത്രം? ആൻസർ ഓപ്ഷൻ സി സുലഭ് സമാചാർ. താഴെ തന്നിരിക്കുന്നത് റാബി വിള അല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ സി പരുത്തിയാണ്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെപ്പറ്റി ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 2, 3. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക. അത് ശരിയാണ്.
സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, അത് ശരിയാണ്. സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക, അതും ശരിയാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, അത് തെറ്റാണ്. ഇന്ത്യയിലെ മുസ്ലിം സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു, അതും തെറ്റാണ്. അങ്ങനെ ആൻസർ ഓപ്ഷൻ സി 1, 2, 3 ഇതാണ് ശരി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി 4 ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീറാണ്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതികൾ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടി രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി 3, 4 സി.ആർ. ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്ര വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ഡി.കെ. കാർവെയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശീയ സ്നേഹം വളർത്തുന്നതിന് നിർണായക പങ്ക് വലിച്ച ഭാരത് മാതാ എന്ന ചിത്രം വരച്ചതാര്? ആൻസർ ഓപ്ഷൻ ബി അഭിനേന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി 1878. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ആൻസർ ഓപ്ഷൻ എ 1951, 52ലാണ്. 1951, 52ലാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ഹസൻ അലി, സർദാർ കെ.എം. പണിക്കർ, എച്ച്.എൻ. കുൻസ്രു ആയിരുന്നു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലക്രമത്തിലാക്കുക. ആൻസർ ഓപ്ഷൻ ഡി 1, 4, 3, 2. അതായത് കുണ്ടറ വിളംബരം, മലയാളി മെമ്മോറിയൽ, മാപ്പിള കലാപം, വൈക്കം സത്യാഗ്രഹം. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പരിവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി 1, 2, 4 ശരി. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി, അത് ശരിയാണ്. 1969 ISRO രൂപീകരിച്ചു, അതും ശരിയാണ്. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്താണ് ആരംഭിച്ചത്, അത് തെറ്റാണ്. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു, അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി 1, 2, 4 ശരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷൻ നിയമിച്ചത്. കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും, ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ആയിരുന്നു, അതും ശരിയാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരമുണ്ട്, അത് തെറ്റാണ്. ബാക്കി 3 ശരിയാണ്. 6 മുതൽ 14 വയസ്സുള്ള പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന മൗലിക കടമകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി? ആൻസർ ഓപ്ഷൻ ബി 2002 86 ഭരണഘടനാ ഭേദഗതി. മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3 പ്രസ്താവന മാത്രമാണ് ശരിയായത്. ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക ഘടകങ്ങൾ മരവിപ്പിക്കുന്നു. മൗലിക അവകാശങ്ങൾ ന്യായമാർഗാർഹമാണ്, അത് ശരിയാണ്. 2002 88 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇത് 3 ശരിയാണ്.
ഭരണഘടന 21-ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. അത് തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3 മാത്രമാണ് ശരി. വിവരാവകാശ നിയമം 2025-ലെ 2019-ലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രമാണ് തെറ്റ്. ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. അത് ശരിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നവരെ ഏതാണോ ആദ്യം അതാണ്. അത് തെറ്റാണ്. പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനായി നിയമിക്കുന്നത്. അത് ശരിയാണ്. വിവരാവകാശ കമ്മീഷന്റെ നിയമത്തിലെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാകുന്നതിന് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ ചുമതലകൾ. 1, 2, 4 ശരിയാണ്. 2 മാത്രമാണ് തെറ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി 2, 3 മാത്രം ശരി. സ്വകാര്യ സ്വത്തവകാശം മൗലിക പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ. അത് തെറ്റാണ്. 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നിലവിലെ ഭരണഘടന 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 2, 3 ശരിയാണ്. 1 തെറ്റാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്? ആൻസർ ഓപ്ഷൻ സി 1950 ജനുവരി 24-നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ 51A വകുപ്പിലാണ്. ഇന്ത്യ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ 1896-ലെ കൽക്കട്ട സമ്മേളനത്തിന് വച്ചാണ്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ ബി 16-ാം വകുപ്പാണ്. ഇന്ത്യൻ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റ്. സത്യമേവ ജയത എന്ന മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിൻ്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. അത് ശരിയാണ്. സിംഹം, കാള, കുതിര, ആന എന്നീ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. അത് ശരിയാണ്. 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. അത് തെറ്റാണ്. സാരനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത്. അതും ശരിയാണ്. 2, 3 മാത്രമാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ആൻസർ ഓപ്ഷൻ എ വേമ്പനാട് കായൽ. ദക്ഷിണ ഭാരതി എന്നറിയപ്പെടുന്ന നദി? ആൻസർ ഓപ്ഷൻ ബി പമ്പയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി? ആൻസർ ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം? ആൻസർ ഓപ്ഷൻ എ പെരിയാറാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ആൻസർ ഓപ്ഷൻ എ മംഗളവനമാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. കേരള കായിക ദിനം? ആൻസർ ഓപ്ഷൻ എ ഒക്ടോബർ 13-ആണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ആൻസർ ഓപ്ഷൻ സി പള്ളിവാസലാണ്. കേരളത്തിലെ നിത്യഹരിത വനം? ആൻസർ ഓപ്ഷൻ എ സൈലന്റ് വാലി. കേരളത്തിലെ ഗവർണർ ആയ ആദ്യ മലയാളി? ആൻസർ ഓപ്ഷൻ ഡി വി വിശ്വനാഥനാണ്. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി 1865.
കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, നെടുങ്ങാടി ബാങ്ക്. താഴെ പറയുന്നതിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി, 1936 ഇലക്ട്രിസിറ്റി സമരമാണ്. ബന്ധമുള്ളതാണ്. 1916 ആനി ബസന്റ് അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം, കീഴേഴു ബോംബ് കേസ്, മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു നിയമ ലംഘന പ്രസ്ഥാനം. ഇത് 3 ശരിയാണ്, 4 മാത്രമാണ് തെറ്റ്. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ബി, കെ കേളപ്പനാണ്. ബന്ധമുള്ളതാണ്. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവനാണ്. ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ആൻസർ ഓപ്ഷൻ സി, വടകരയാണ്. 1921 നടന്ന ഒന്നാം കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, ടി പ്രകാശമാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ സി, 3 സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു. അത് ബന്ധമില്ല. ശരിയായവയാണ്. വാദിക്കാനും ജയിക്കാനും അറിയാനും അറിയിക്കാനും വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്ന പ്രഖ്യാപനം. അത് ശരിയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. അതും ശരിയാണ്. മനുഷ്യസ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. അതും ശരിയാണ്. പ്രത്യക്ഷരക്ഷ ദേവസഭ എന്ന് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, കുമാര ഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, വില്യം കീലിംഗ്. വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, 4 മാത്രമാണ്. അതായത് എല്ലാം ശരി ഉത്തരങ്ങളാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. ആൻസർ ഓപ്ഷൻ ഡി, IUCN ആണ്. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കുക എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ആൻസർ ഓപ്ഷൻ സി, വൈറ്റമിൻ സി. കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി, 1, 2 മാത്രം ശരി. തീരദേശത്ത് മണ്ണ് പിടിച്ചു നിർത്തുന്നു. ശരിയാണ്. സുനാമിയെ തടയുന്നു. അതും ശരിയാണ്. മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകുന്നു. അത് തെറ്റാണ്. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വിജാഗിരി സന്ധി. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി, കണ്ണൂരാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവയോ? ആൻസർ ഓപ്ഷൻ ഡി, കോളറ, ടൈഫോയിഡ് ആണ് വായുവിലൂടെ പകരാത്ത രോഗങ്ങൾ. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ്, 5-ാം പനി, ക്ഷയം, COVID-19, വില്ലൻ ചുമ. മോണയിൽ നിന്നും രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തിയിരിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി, നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങളാണ്. മനുഷ്യൻ്റെ ലിംബ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവന തെറ്റായത് കണ്ടുപിടിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ എ, ലിംബ് എല്ലാ രക്തകോശങ്ങളിലും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നത് തെറ്റാണ്. ശരിയായവയാണ്. ലിംബ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു.
ലിംബ് രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്നു. ലിംബ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. മഴക്കാലത്ത് വ്യാപകമായി കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. ഇതെല്ലാം ശരിയാണ്. പുല്ല്, മാന്, കടുവ്, കഴുകൻ ഈ ഭക്ഷ്യ തൃതീയ ഉപഭോക്താവാരാണ്? ആൻസർ ഓപ്ഷൻ സി കഴുകനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി. ആറ്റത്തിൻ്റെ സൗരോർദ്ദമാർദ്ദത കണ്ടെത്തി. ഇദ്ദേഹം അണു കേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവാണ്. ആൻസർ ഓപ്ഷൻ ബി ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. താഴെ തരിക്കുന്ന പ്രസ്താവന ശരിയായവ ഏതാ? ആൻസർ ഓപ്ഷൻ എ 1, 3 ആണ് ശരി. 17-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജൻ, അത് ശരിയാണ്. 14-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ, അത് തെറ്റാണ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച, അതും ശരിയാണ്. ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ച മെൻഡലീവാണ്, അത് തെറ്റാണ്. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബ വലതുഭാഗമായി കാണുന്ന ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടും? ആൻസർ ഓപ്ഷൻ സി പാർശ്വക വിപര്യനം. പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ജൂളാണ്. വൈദ്യുത മോട്ടറിലെ ഊർജ്ജമാറ്റം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജകമാകുന്നു. താഴെ തരിക്കുന്ന അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഉൽപ്പതനമാണ്. ഉൾപ്പെടുന്നതാണ് ലീച്ചിങ്, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം. താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജനാണ്. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഐസോപ്രീനാണ്. താഴെ തന്നിരിക്കുന്ന മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതല്ല? ആൻസർ ഓപ്ഷൻ ബി 3, 4 ആണ് തെറ്റ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു, അത് തെറ്റാണ്. യൂണിറ്റ് ന്യൂട്ടനാണ്, അതും തെറ്റാണ്. ശരിയായവയാണ്. മാസിന് ശരിയായതാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. കോമൺ ബാലൻസ് ഉപയോഗിച്ചാണ് അളക്കുന്നത്. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. √5,625 75 ആയാൽ √0.5625 പ്ലസ് √5,6.25 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 8.25 ആണ്. 2/13, 5/6, 3/4, 9/17 എന്നിവയിലെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 5/6 ആണ്. 5 വർഷം മുമ്പ് അച്ഛൻ്റെയും അമ്മയുടെയും വയസ്സുകളുടെ അനുപാതം 5:1 ആയിരുന്നു. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെ തുക 58 ആണെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ ബി 13 ആണ്. താഴെ കൊടുക്കുന്ന സംഖ്യ അടുത്ത സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 95 ആണ്. യഥാക്രമം 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 12 സെക്കൻഡ് ഇടവേളകളിൽ 3 മണിക്കൂർ മുഴങ്ങിയിരിക്കുന്നിട്ട് എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഇവ 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത്? ആൻസർ ഓപ്ഷൻ എ 24 സെക്കൻഡാണ്. ഒരു കോഡ് ഭാഷയിൽ ടൈം എന്നത് GRNV എന്ന് എഴുതുകയാണെങ്കിൽ അതേ കോഡ് ഉപയോഗിച്ച് ബുക്കിനെ എങ്ങനെ എഴുതാം? ആൻസർ ഓപ്ഷൻ ബി YLLP ആണ്. 12 + 6 ÷ 2 × 3 - 4 എന്ന ഉത്തരം ആൻസർ ഓപ്ഷൻ ബി 17 ആണ്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 225 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? ആൻസർ ഓപ്ഷൻ സി 2 മണിക്കൂർ 30 മിനിറ്റ് ആണ്.
ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ 24 പേനകളും 36 പെൻസിലുകളും 60 നോട്ട്ബുക്കുകളുമുണ്ട്. ഇവയിൽ എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാതെ ഇവയിൽ പാക്കറ്റുകളാക്കുകയാണെങ്കിൽ അയാൾക്കുണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റുകൾ എത്ര? ആൻസർ ഓപ്ഷൻ എ 12 ആണ്. താഴെ കൊണ്ട് സോർട്ട് ചെയ്യാൻ കണ്ടെത്തുക. 16, 36, 64, 81, 125. ആൻസർ ഓപ്ഷൻ ഡി 125 ആണ്. 3/5 ഡിവൈഡഡ് ബൈ 9/10. ആൻസർ ഓപ്ഷൻ ബി 2/3 ആണ്. ഒരു കച്ചവടക്കാരൻ ഒരു ഡസൻ 50 രൂപ നിരക്കിൽ ആപ്പിൾ വാങ്ങുന്നു. അയാൾ ഇത് ഒരെണ്ണം 5 രൂപ നിരക്കിൽ വിൽക്കുകയും എങ്കിൽ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓരോ ആപ്പിളിനും അയാൾക്ക് 0.83 രൂപ ലാഭം ലഭിക്കുന്നു. 5 സുഹൃത്തുക്കളുടെ ശരാശരി ഭാരം 55 കിലോഗ്രാം ആണ്. ആ കൂട്ടത്തിൽ നിന്നും 70 കിലോഗ്രാം പ്രായമുള്ള ഒരാൾ പിന്മാറുകയും ബാക്കിയുള്ള ശരാശരി ഭാരം എത്ര? ആൻസർ ഓപ്ഷൻ സി 51.25 കിലോഗ്രാം ആണ്. ഒരു പെട്ടിയിൽ 3/5 ഭാഗം ആപ്പിൾ ബാക്കി ഓറഞ്ചുകളുമാണ്. ആകെ 40 ഓറഞ്ചുകളാണ് ആ പെട്ടിയിലുള്ളതെങ്കിൽ ആപ്പിളുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി 60 ആണ്. ഒരു കടയിൽ മുന്നിൽ 15 പേർ ക്യൂ നിൽക്കുന്നു. രഘു മുന്നിൽ നിന്നും 9ാമതാണ്. ക്യൂവിൽ പിന്നിൽ നിന്നും നോക്കിയാൽ രഘുവിൻ്റെ സ്ഥാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 7 ആണ്. താഴെ തന്നെ സമവാക്യം. ആൻസർ ഓപ്ഷൻ ഡി ഡിവൈഡും ഇൻറ്റു ആണ്. 3.6 ഡിവൈഡ് ബൈ 0.12 എക്സ് ആണ് എക്സിൻ്റെ വില. ആൻസർ ഓപ്ഷൻ എ 30 ആണ്. താഴെ കണ്ട ആരോഹണ ക്രമത്തിൽ എഴുതുക. 2/3, 3/5, 5/8. ആൻസർ ഓപ്ഷൻ ഡി 3/5, 5/8, 2/3 ആണ്. അനു തെക്കോട്ട് 6 മീറ്റർ നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 6 മീറ്റർ നടന്നു. പിന്നീട് വലത്തോട്ട് 10 മീറ്റർ നടന്നു. ഇപ്പോൾ അവൾ ആരംഭ സ്ഥലത്ത് താരതമ്യം ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ്? ആൻസർ ഓപ്ഷൻ എ കിഴക്കാണ്. √49 + √576. ആൻസർ ഓപ്ഷൻ ഡി 73 ആണ്.